നാരായണ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേതായ ശ്രീരാമചന്ദ്രായ നമ. ഓം ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ഓം വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ मध्ये पुष्पगमासने मणिमये वीरासने संस्थितम् अग्रे वाजयति प्रभञ्जनसुदे तत्त्वं मुनिभ्यः परं व्याख्यातं भरदादिभिः परिवृतं रामं भजे श्यामलं. वामे भूमिसुधा पुरस्तु हनुमान् पश्चात् सुमित्रासुधा शत्रुघ्नो भरतश्च पार्श्वदलयो वायुआदिकोणेषु च सुग्रीवश्च विभीषणश्च युवराट्तारासुतो जाम्बवान् मध्ये नीलसरोजकोमलरुचिं रामं भजे श्यामलम्. ഓം ധർമാർത്ഥകാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം നിത്യം പഠിക്കണം. ശ്രീരാമസീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. വാൽമീകി രാമായണം 3 ഭാഗങ്ങളെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. 4-ാമത്തെ ഭാഗം, 4-ാമത്തെ സർഗം തൊട്ട് ബാലകാണ്ഡത്തിൽ പറയണു. 7 കാണ്ഡങ്ങളാണ് ഉള്ളത്. അതിൽ 4-ാമത്തെ സർഗം ബാലകാണ്ഡത്തിൽ, ആദ്യത്തെ കാണ്ഡത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് രാമായണത്തിൻ്റെ ഒരു മുഴുവനായിട്ടുള്ള സംക്ഷിപ്തം 2 തവണയായിട്ട് നമ്മൾ പറഞ്ഞു. ഒന്ന് വാൽമീകി തൻ്റെ ഹൃദയത്തിൽ കണ്ടത്, അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത്. പിന്നെ നാരദ വാൽമീകി സംവാദമായിട്ട് അത് ഒന്ന് പറഞ്ഞു വെച്ചു. ബ്രഹ്മാവാണ് നാരദന് പറഞ്ഞു കൊടുത്തത്. ബ്രഹ്മാവിന് മഹാവിഷ്ണുവാണ്. അതേപോലെ തന്നെ ശിവൻ ശ്രീപാർവതിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ധാരാളം ആൾക്കാർ ഗുരുസ്ഥാനത്ത് രാമായണത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശിഷ്യന്മാർക്ക്. പാണ്ഡവർക്ക് ശാണ്ഡില്യൻ പറയാറുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവിടെ 4-ാമത്തെ സർഗമാണ്. ഭഗവാൻ വാൽമീകി മഹർഷി രാമൻ്റെ ഈ രാജ്യപ്രാപ്തിക്ക് ശേഷം സമ്പൂർണമായിട്ടുള്ള രാമായണ കഥ ഒരു പ്രത്യേക രീതിയിൽ പദഘടന വെച്ചുകൊണ്ട് അർത്ഥപൂർണമായിട്ടുള്ള അതിസുന്ദരമായിട്ടുള്ളൊരു കാവ്യമായിട്ട് രചിച്ചു. അതുകൊണ്ട് അത് ആദ്യത്തെ കാവ്യം എന്ന നിലയ്ക്ക് അതിപ്രശസ്തവും ആയി, എല്ലാവർക്കും ഇഷ്ടമായി. അതിൽ പറഞ്ഞിരിക്കുന്നു, ചതുർവിംശത് സഹസ്രാണി ശ്ലോകാനാം ഉക്തവാൻ ഋഷി തഥാ സർഗശതാൻ 5 കാണ്ഡാനി തഥോത്തരം. 24,000 ശ്ലോകങ്ങൾ, 500 സർഗങ്ങൾ, 7 കാണ്ഡങ്ങളിലായിട്ട്, അല്ലെങ്കിൽ 6 കാണ്ഡങ്ങളിലായിട്ട് 500 സർഗങ്ങൾ, 500 അധ്യായങ്ങൾ, പിന്നെ ഉത്തരകാണ്ഡവും. ഇപ്പോൾ അതിലത്തെ അധ്യായങ്ങൾ വേറെ എന്നുള്ള നിലയ്ക്കാണ്. അതേപോലെ ഉത്തരകാണ്ഡം രചിച്ചതിന് ശേഷം ഇത് ആരെ ഹൃദയസ്ഥമാക്കിയിട്ട് ആലപിക്കുന്നു എന്ന് അദ്ദേഹം ആലോചിച്ചു എന്നാണ്. അപ്പോൾ വാൽമീകിയാണ് രാമായണം രചിച്ചത്. അത് ആരെ കൊണ്ട് പാടി കേൾപ്പിക്കണം? ജനങ്ങളെ. ആരെ കേൾപ്പിക്കണം? ആദ്യം ഏത് ജനമാണ് കേൾക്കേണ്ടത്? അങ്ങനെ പരമാത്മനിഷ്ഠനായിട്ടുള്ള മഹർഷി ഇങ്ങനെ കുറച്ചൊരു ചിന്തയിൽ ഇരിക്കുന്ന സമയത്ത് മുനിവേഷത്തിലുള്ള സീതയുടെ മക്കള്, ശ്രീരാമൻ്റെ മക്കള് ലവകുശന്മാർ അവിടെ ശിഷ്യന്മാരായിട്ട് ആശ്രമവാസികളായിട്ടുണ്ട്. അപ്പോൾ അതിയശസ്വികളാണ്, സഹോദരന്മാരാണ്. അവർക്ക് എല്ലാവിധ മേധാശക്തികളുണ്ട്, വേദം നല്ലോണം പഠിച്ചിട്ടുണ്ട്. അതേപോലെ
ശാസ്ത്രങ്ങൾ, ഈ കാവ്യങ്ങൾ തൊട്ടുള്ള പലതും 19 തരത്തിൽപ്പെട്ടതായിട്ടുള്ള അറിവുകൾ ഉണ്ടെന്നാണ് പറയുക. അത് മുഴുവൻ അവിടെ ആ കുട്ടികൾക്കുണ്ട്. ചെറിയ കുട്ടികളാണ്. ഇനി നന്നായിട്ട് ആലപിക്കാൻ കഴിവുള്ള ഒരു ഗന്ധർവന്മാരെ പോലെയുള്ള കഴിവ് അത്രയ്ക്കുണ്ട്. അപ്പോൾ അവർ വേദാർത്ഥം നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ചതായിട്ടുള്ള ആ കുട്ടികൾക്ക് അവരുടെ അമ്മയായിട്ടുള്ള സീത അവർക്ക് അറിയില്ല. ശ്രീരാമൻ്റെ പത്നിയാണ് സീത, തങ്ങളുടെ മാതാവ് എന്നറിയില്ല. അപ്പോൾ അച്ഛൻ ശ്രീരാമനാണെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് രാമായണം അല്ല പഠിപ്പിച്ചത്, സീതായണം. വേദേഷു പരിനിഷ്ഠിതവും അങ്ങനെയുള്ള ആ ലവകുശന്മാർക്ക് സീതായാ ചരിതം മഹത് ആണ് പറഞ്ഞു കൊടുത്തത്. അതിൽ പൗലസ്ത്യവധം ഉൾപ്പെടെ, ശ്രീരാമൻ രാവണനെ വധിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിമധുരമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഈണത്തിൽ, അതാണ് അനുഷ്ഠുപവൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. വായിക്കുമ്പോൾ വളരെ സുഖമാണ്. സ്ഥിരമായിട്ട് വായിച്ച ശീലമുള്ളവർക്ക് വേഗം പറ്റും. മറ്റു അനവധി കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് സ്ഥിരമായിട്ട് അങ്ങനെ വായിക്കൽ ഇല്ലാത്തതുകൊണ്ട് പറ്റണില്ല എന്ന് മാത്രമേ ഉള്ളൂ. രാമായണവും ഭാഗവതവുമാണ് ഏറ്റവും അതിസുന്ദരമായിട്ടുള്ള ഭാഷ എന്ന് പറയാറുണ്ട്. അതിൽ ഭാഗവതത്തിന് പ്രഥമ സ്ഥാനം എന്ന് പറയാറുണ്ടെങ്കിലും രാമായണം വളരെ ഗംഭീരം തന്നെയാണ്. പിന്നെ നമുക്ക് ഏതാണോ കൂടുതൽ താല്പര്യമെങ്കിൽ അതിനെക്കുറിച്ച്, അതേപോലെ അധികമായിട്ട് അത് പാരായണം ചെയ്യുന്നത് ഏതോ അതിലൊരു ഇഷ്ടം. പിന്നെ വ്യാസൻ്റെ ഒരു പ്രത്യേകമായിട്ടൊരു കഴിവുണ്ട്. അതാത് ദേവതയെ പരമാവധി പറഞ്ഞതുകൊണ്ട്, അതാത് ദേവതമാർ അതിൽ ലയിച്ചത് കൊണ്ട് ഓരോ പുരാണത്തിലും ഏതാ കൂടുതൽ മധുരം എന്ന് ചോദിച്ചാൽ അറിയില്ല. അത്രയും കൂടുതൽ അങ്ങനെയാണ്. ഈ വായിക്കുന്നയാളുടെ താല്പര്യത്തിനനുസരിച്ച് അതിൻ്റെ സ്വാദ് കൂടിക്കൂടി വരും എന്നാണ് അതിൻ്റെ പ്രമാണം. അപ്പോൾ 3 താളങ്ങളിലായിട്ട് സപ്തസ്വര വിന്യാസത്തോടു കൂടിയിട്ട് 9 രസങ്ങൾ, നവരസം, ഈ ശൃംഗാരം കരണം തൊട്ടുള്ള 9 രസങ്ങളെ കൊണ്ട് അത് ആലപിക്കാൻ സാധിക്കും. വിദഗ്ധന്മാരായിട്ടുള്ള സംഗീതശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവീണ്യം ഗന്ധർവന്മാർക്കാണ്. അവരെ പോലെ പാരായണം ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള സുന്ദരരൂപികളായിട്ടുള്ള ഈ രവകുശന്മാരെ അവരുടെ രൂപം, അവരുടെ ഈ പ്രായം 10 വയസ്സിൻ്റെ താഴെ കണക്കാക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഒട്ടും ആയിട്ടില്ല. അപ്പോൾ അവർ ആലപിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു എന്ത് ഇഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇഷ്ടം അവിടെ വരും. മാത്രമല്ല ഈ വർത്തമാനങ്ങൾ പറയുമ്പോൾ ഒരു കൗതുകം ഉണ്ടാക്കുന്ന രീതിയിലാണ്. കുറച്ച് കൊഞ്ചലോ ഒക്കെ ഉണ്ടാവാം, ചെറിയ പ്രായമല്ലേ, അതുകൊണ്ടാണ്. പിന്നെയും അവരുടെ ഓരോരോ ഗുണങ്ങളെ പറയാം. രൂപലക്ഷണ സമ്പന്നവും മധുരസ്വരഭാഷിണവും ബിംബാത് ഇവ ഉത്ഥിതവും ബിംബവും രാമദേഹാൽ തഥാപരവും. അങ്ങനെയാണ്. രാമദേഹത്തിൽ നിന്ന് ഉണ്ടായതായിട്ടുള്ള, രാമൻ ഒരു ബിംബമാണെങ്കിൽ ആ ബിംബത്തിൽ നിന്ന് 2 ബിംബങ്ങൾ ഉണ്ടായി എന്ന് വെച്ചാൽ അത്ര ഛായയാണ് ശ്രീരാമൻ്റെ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏതായാലും ആ 2 ബാലന്മാരെ ഈ രാമായണം ധർമ്മ ആഖ്യാനം എന്ന് പ്രത്യേകം, ഉത്തമ കാവ്യം എന്ന് വിശേഷണം, അങ്ങനെ നന്നായിട്ട് അവരെ പഠിപ്പിച്ചു, ഹൃദയസ്ഥമാക്കി. അവർ രാജകുമാരന്മാരായിട്ടുള്ള ഋഷികുമാരന്മാർ, അവരുടെ ബ്രാഹ്മണ്യം, അതേപോലെ ബ്രാഹ്മണരുടെ നടുക്ക് ജീവിച്ചത് കൊണ്ട് ആ സദസ്സിൽ വേണ്ട രീതിയിൽ വാൽമീകി താൻ രചിച്ചതായിട്ടുള്ള ഈ രാമായണത്തെ ആ കുട്ടികളെ പഠിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം ഈ മഹാത്മാക്കൾ, അനുഗ്രഹീതരായിട്ടുള്ള നല്ല ലക്ഷണങ്ങൾ തികഞ്ഞതായിട്ടുള്ള ആ കുമാരന്മാർ ഈ പുണ്യാത്മാക്കളായിട്ടുള്ള ഋഷികളുടെ സഭാമധ്യത്തിലെ ഈ കാവ്യം സ്വയമേവ അത് ഗാനം ചെയ്തു, അല്ലെങ്കിൽ മുഴുവൻ ആ രാമായണവും പാടി എന്ന് സാരം. അപ്പോൾ ഋഷിമാരുടെയൊക്കെ കണ്ണ് നിറഞ്ഞു. കാരണം സീതായാ ചരിതം മഹത് ആണ്. സാധു സാധു എന്നെല്ലാവരും അതിനെ വളരെയധികം അത്ഭുതത്തോടു കൂടിയിട്ട് അനുമോദിച്ചു. അത്യധികം പ്രീതമനസ്സുകളായിട്ട് ആ ധർമ്മോത്സരായിട്ടുള്ള ഈ ഋഷികുമാരന്മാർ അവരെ എത്ര പ്രശംസിക്കണം.
ഈ ഗായകരെ എത്ര വാഴ്ത്തണം അത് അറിയില്ല. അപ്പോൾ രാമായണത്തിൻ്റെ മാധുര്യമാണോ കുട്ടികളുടെ ഈ ആലാപനത്തിൻ്റെ ശൈലി അതിൻ്റെ ഗുണമാണോ? രണ്ടായാലും ആ ശ്ലോകങ്ങൾ മുഴുവൻ, ഈ രാമായണ കഥ മുഴുവൻ അത്യധികം ഹൃദ്യമാണ്. ഈ സംഭവം ഉണ്ടായിട്ട് കുറച്ച് കാലം അയച്ചാലും കൺമുമ്പിൽ കാണുന്ന പോലെ ഇത് കേൾക്കുമ്പോൾ സംഭവിക്കണു എന്നാണ്. പുരാണങ്ങളൊക്കെ അങ്ങനെയാണ്. ഇതിഹാസങ്ങളായാലും പുരാണങ്ങളായാലും കാവ്യങ്ങളായാലും നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ചിത്രം അതിങ്ങനെ നാടകത്തിലോ സിനിമയിലോ കാണുന്ന പോലെ അത് സംഭവിച്ചു കൊണ്ടേയിരിക്കും. നമ്മളതിൽ ലീനരായിട്ടിരിക്കും. അങ്ങനെയാണ്. അങ്ങനെ കാവ്യത്തിൻ്റെ ഭാവത്തിലേക്ക് എന്നുവെച്ചാൽ ഇത് ഒരു നമ്മുടെ ജീവനുമായിട്ട് നേരിട്ട് ബന്ധം ഈ കാവ്യം കൊണ്ട് കാവ്യം കേൾക്കുമ്പോൾ വരും എന്നാണ്. അങ്ങനെ പ്രവേശിച്ചപ്പോൾ ഈ രണ്ടുപേരും അതിൽ ലയിച്ച് സംഗീത ആലാപനത്തിൻ്റെ അതുപോലെ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത, അതിമധുരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ, അതേപോലെ തപസ്, ഇവരൊക്കെ തപസ്വികളാണ്. ബ്രാഹ്മണർ ഋഷികളൊക്കെ തപസ്വികളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മഹത്വവും ആ ജ്ഞാനം സ്വീകരിക്കുന്നതിൻ്റെ അറിയുന്നതിൻ്റെ ഒരു ഭാവവും അവർക്കുണ്ട്. അപ്പോൾ ആ പ്രശംസ അത് എത്രത്തോളം ലയിച്ചിട്ടാണ് ഇവർ പാടിയത് എന്നും എത്രത്തോളം ലയിച്ചിട്ടാണ് ഇവർ സ്വീകരിച്ചത് കേട്ടത് എന്നും അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ അനുഗ്രഹിച്ചു, പുകഴ്ത്തുകയും ചെയ്തു. അങ്ങനെ പ്രീതനായിട്ടുള്ള ഒരു മഹർഷി ഒരു കലശം കൊടുത്തു ഈ ലവകുശന്മാർക്ക്. മറ്റൊരു മഹർഷി വൽക്കലം കൊടുത്തു, പിന്നെ കൃഷ്ണാഞ്ജനം കൊടുത്തു, യജ്ഞസൂത്രം കൊടുത്തു, കമണ്ടലു, അതേപോലെ പൂണുനൂല്, കൗബീനം, ദർഭപ്പായ, പിന്നെ ഈ ഒരു കുഠാരം, അതൊരു ചമതക്കോലും മറ്റും മുറിക്കാനുള്ളൊരു മഴു, കുഠാരം എന്ന് പറഞ്ഞാൽ മഴുവാണ്. ഏതായാലും അങ്ങനെ ഒരു ആയുധം കൊടുത്തു. പിന്നെ കാഷായ വസ്ത്രം, അതേപോലെ ഇവരൊക്കെ വനവാസികളാണ്, അപ്പോൾ മരത്തോല് പ്രത്യേകമായിട്ടുള്ള അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുത്തു. പിന്നെ ജട കെട്ടാനുള്ള ചരട്, വിറക് കെട്ടാനുള്ള ചരട്, യജ്ഞപാത്രം, പിന്നെ അത്തിപ്പലക, ചുള്ളിക്കെട്ട്, ഇങ്ങനെ എല്ലാവരും ദാനങ്ങൾ ധാരാളമായിട്ട് ചെയ്തു. അവശ്യ വസ്തുക്കളെ, ഉപയുക്തങ്ങളെ ഈ കുട്ടികൾക്ക്. അതേപോലെ നന്നായി വരട്ടെ എന്ന് എല്ലാവരും അനുഗ്രഹിക്കുകയും ചെയ്തു. നിറഞ്ഞ മനസ്സോടെയാണ് എല്ലാവരും അവിടെ ദീർഘായുസ് നേർന്നുകൊണ്ട് യശസ്വികളാവട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ സത്യവചസ്സുകളായിട്ടുള്ള ഋഷികൾ അനുഗ്രഹിച്ചത്. ഇങ്ങനെ വരങ്ങളൊക്കെ നൽകി മുനിയാൽ പ്രകീർത്തിതമായിട്ടുള്ള ഈ ആഖ്യാനം, രാമായണ കഥ അത്യത്ഭുതകരമായിരിക്കുന്നു. അവർ പറയാണ്, പരം കവീനാമാധാരം സമാപ്തം ചായഥാക്രമം അഭിഗീതമിതം ഗീതം സർവഗീതിഷു കോവിദൗ. പ്രത്യേകമായിട്ടൊരു അനുഗ്രഹമാണ്. എന്താ, ഈ രാമായണ കാവ്യം കവികൾക്കെല്ലാം ആധാരമായിരിക്കും എന്ന് വെച്ചാൽ, നമ്മളൊരു കാവ്യം രചിക്കുകയാണെന്ന് വെച്ചാൽ അതിൽ ഒരു താരതമ്യം വേണമെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ രാമായണത്തോട് കൂടിയിട്ട് താരതമ്യം ചെയ്യാം. ശ്ലോകത്തിൻ്റെ ഘടന, പ്രാസം, അക്ഷരപ്രാസം, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അനവധി നിയമങ്ങളുണ്ട് ശ്ലോകങ്ങൾ നിർമ്മിക്കാനൊക്കെ. അപ്പോൾ ലൗകികമായിട്ടുള്ള ശ്ലോക നിർമ്മാണവും ഇങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള ശ്ലോക നിർമ്മാണവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ആഖ്യാനത്തിന് വ്യത്യാസമുണ്ട്. അത് ഹൃദയസ്പൃക് ആവണം, ഹൃദയത്തിലേക്കാണ് കയറണം. അതിൻ്റെ അർത്ഥവ്യാപ്തി, അതേ വാക്കുകളുടെ സുന്ദര ഭാവം. അപ്പോൾ അതിന് ആധാരമായിട്ട് ഈ രാമായണം പറ്റും എന്നാണ്. പരം കവീനാമാധാരം. ഇനി വരുന്ന എല്ലാ മുനികൾക്കും ഋഷികൾക്കും കവികൾക്കും ഈ കാവ്യരചനയ്ക്ക്, ശ്ലോകങ്ങളുടെ രചനയ്ക്ക് ഒക്കെ ആധാരമായിട്ട് രാമായണത്തെ എടുക്കാം. ആ നിയമങ്ങളെ മുഴുവൻ അതിൽ പാലിച്ചിട്ടുണ്ട്. അതാണ്. അങ്ങനെ സർവഗീതി നിപുണന്മാരായിട്ടുള്ള കുമാരന്മാരെ, നിങ്ങൾ ഈ രാമായണ കാവ്യമാകുന്ന ഈ ഗീതം അതിമനോഹരമായിട്ട് പാടി ദീർഘായുസ്സും സമൃദ്ധിയും നൽകുന്ന ഈ ഗീതം അതിമനോഹരം തന്നെയാണ് എന്നെല്ലാം രചിച്ചതായിട്ടുള്ള വാൽമീകി മഹർഷിയെയും പാടിയതായിട്ടുള്ള ഈ കുട്ടികളെയും അനുഗ്രഹിച്ചു, വാക്കുകളെ കൊണ്ട് പുകഴ്ത്തി. അങ്ങനെ കാവ്യം ആലപിച്ചുകൊണ്ട് രാജമാർഗത്തിലും അയോധ്യയിൽ, അതേപോലെ ഈ സഞ്ചാരപഥത്തിൽ റോഡ് എന്നില്ലേ, അങ്ങനെ രാജമാർഗത്തിൽ വീഥികളിൽ
നാൽക്കൂട്ടം, കവല അങ്ങനെയൊക്കെയുള്ള അവിടെയൊക്കെ ഇവർ ഈ രാമായണം പാടി നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ പണ്ടുണ്ട്. ഇന്ന് നമുക്ക് അതൊന്നും സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ഇന്ന് നമ്മളെങ്ങനെയാണ് ചെയ്യുക? അമ്പലത്തിൽ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രത്യേകമായിട്ടുള്ളൊരു ഹാളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ്, സദസ്സും വേദിയും ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് നമ്മളിതൊക്കെ ചെയ്യുക. അപ്പോൾ അന്ന് അങ്ങനെ വേണ്ട. എവിടെയാണോ ഇത് പാടുന്നത് അവിടേക്ക് ആളുകൾ വഴിയിലാച്ചാൽ വഴിയിൽ അവിടെ വന്നിരിക്കും. അങ്ങനെയാണ്. ഇങ്ങനെ കേട്ടവർ ഇതിനെ പുകഴ്ത്തി. ഈ കാര്യം ശ്രീരാമനും അറിഞ്ഞു. അപ്പോൾ ലവകുശന്മാരെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അവരെ പൂജാർഹരാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് രാമൻ തന്നെ പൂജിച്ചു. പിന്നെ സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ളൊരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് ആ രാജാവിൻ്റെ ചുറ്റുമായിട്ട് മന്ത്രിമാർ, പിന്നെ സഹോദരന്മാർ, ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരൊക്കെ ഇരുന്നായിരുന്നു. രൂപസമ്പന്നരായിട്ടുള്ള അതിവിനയം കാണിക്കുന്നതായിട്ടുള്ള 2 സഹോദരന്മാരെ നോക്കിയിട്ട് രാമനോടും ലക്ഷ്മണനോടും ഭരതനോടും ശത്രുഘ്നനോടും രാമൻ മറ്റ് 3 പേരോടും കൂടിയിട്ട് പറഞ്ഞു, ഈ ദേവസന്നിഭരായിട്ടുള്ള ഈ കുമാരന്മാർ ഗാനം ചെയ്യുന്ന വിചിത്ര അർത്ഥപദങ്ങൾ ഉൾപ്പെട്ടതായിട്ടുള്ള ഈ ആഖ്യാനത്തെ കേട്ടാലും. ഇങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അവരെ പാടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. ശ്രീരാമൻ്റെ അച്ഛനാണ്, അറിയില്ല. പക്ഷേ എങ്കിലും അച്ഛൻ പറഞ്ഞുകൊണ്ട്, രാജാവ് പറഞ്ഞുകൊണ്ട് അതിപ്രസിദ്ധമായിട്ടുള്ള ഈ രാമായണത്തെ അവർ പാടി. ആ ആഖ്യാനം അവരെ വീണാവാദന സുന്ദരമായിട്ട് നാദത്തോടു കൂടിയിട്ട് ഉള്ളിൽ നിന്നും വന്നതായിട്ടുള്ള ഒരു പ്രത്യേക അനുഭൂതിയോട് കൂടിയിട്ടാണ് അത് പാരായണം ചെയ്തത്. അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ ഭാവലയത്തോടെ കേൾവിക്കാരെയെല്ലാം ആഹ്ലാദിപ്പിച്ചുകൊണ്ട് അതിമധുരമായിട്ട് സദസ്യരുടെ പൂർണ്ണമായിട്ടുള്ള ലയം, കോരിത്തരിപ്പ്, രോമാഞ്ചം, കണ്ണുനീര്, അപ്പോൾ സന്തോഷവും കരച്ചിലും ഒക്കെ അവിടെ സംഭവിച്ചു. മനസ്സും ഹൃദയവും ആ പാട്ടിലും കാവ്യത്തിലും അങ്ങോട്ട് ലയിച്ചു. കർണാമൃതം. ഈ മുനികുമാരന്മാർ മഹാ തപസ്സുകളായിരിക്കുന്നുവെങ്കിലും പാർത്ഥിവ ലക്ഷണങ്ങൾ, രാജലക്ഷണങ്ങൾ തികഞ്ഞവരാണല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? എനിക്കും ഇത് ശ്രേയസ് ഉണ്ടാക്കി തരണമല്ലോ ഈ കാവ്യം. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കൂ എന്ന് രാമൻ പ്രത്യേകം പറഞ്ഞു എല്ലാവരോടും. അങ്ങനെ രാമൻ്റെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രചോദനം കൊണ്ടുകൊണ്ട് അവർ വീണ്ടും ഒരു പ്രത്യേകമായിട്ടുള്ള ഈണത്തിൽ, പ്രത്യേകമായിട്ടുള്ള മാർഗത്തിൽ, നവീന മാർഗം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ സദസ്സിൽ ഒരുവനായിട്ട് രാമനും ശ്രോതാവായിക്കൊണ്ട്, രാജാവ് എന്നുള്ള സ്ഥാനത്തോ അച്ഛൻ എന്ന സ്ഥാനത്തോ ഒരു കാരണവരാണല്ലോ, അപ്പോൾ ആ ഒരു സ്ഥാനത്തല്ലാതെ കണ്ട് ശ്രോതാവായിട്ടിരുന്നത് കേട്ടു എന്നാണ്. അങ്ങനെ ഈ കഥ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രജാപതിയിൽ നിന്ന് വൈവസ്വതമനും തുടങ്ങിയിട്ടുള്ള ജയശാലികളായിട്ടുള്ള രാജാക്കന്മാരുടെ ആയിരുന്നു. പണ്ട് ഈ ഭൂമി മുഴുവൻ മനുവിൻ്റേതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കഥ പറയാൻ തുടങ്ങുകയാണ് ഈ കുട്ടികൾ. പാടാൻ തുടങ്ങുകയാണ്. ആ വംശത്തിലാണ് സഗര രാജാവ് ഉണ്ടായത്. സഗര രാജാവ് എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ്റെ പൂർവികനാണ്, സൂര്യവംശ രാജാക്കന്മാരിൽ പൂർവികനാണ്. ആ സഗര രാജാവ് അദ്ദേഹം ഖനനം ചെയ്തുകൊണ്ടാണ് ഈ ജലനിധിയായിട്ടുള്ള സാഗരം ഉണ്ടായത്. ജലനിധിക്ക് ഈ സഗരൻ്റെ പുത്രന്മാർ സാഗരം എന്ന പേര് വരുത്താനുള്ള കാരണം, സഗരപുത്രന്മാർ ഭൂമിയെ കുഴിച്ചപ്പോൾ ഉണ്ടായ കുഴിയിലാണ് ഈ ജലം മുഴുവൻ നിറഞ്ഞത്. അതുകൊണ്ട് ആ ജലനിധിക്ക് സാഗരം എന്ന് പേര്. അവരുടെ പുത്രന്മാർ 60,000 പേരുണ്ടായിരുന്നു, കുട്ടികൾ. ആ രാമായണം എന്ന് പേര് കേട്ടതായിട്ടുള്ള ഈ മഹത്തായിട്ടുള്ള ആഖ്യാനത്തിൻ്റെ ഉൽപ്പത്തി ഈ സഗരവംശത്തിലെ ഇക്ഷ്വാകുവിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യം ഇക്ഷ്വാകുവാണ്, മനുപുത്രനാണ് ഇക്ഷ്വാകു. അവരിൽ നിന്നാണ് ഉണ്ടായത്. ഞങ്ങൾ 2 പേരും, ഈ ലവകുശന്മാർ പറയാണ്, ധർമാർത്ഥ കാമ മോക്ഷ സഹിതമായിട്ടുള്ള ആ ചരിതം മുഴുവൻ ആദ്യം മുതൽക്ക് തന്നെ വിസ്തരിച്ച് പാടാം. സഹാനുഭൂതിയോടെ അത് കേൾക്കണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിച്ചു, ശ്രീരാമനോടും മറ്റെല്ലാവരോടും കൂടിയിട്ട്. സരയൂ തീരത്തിൽ കോസലം എന്ന അതിസമൃദ്ധിയുള്ളതായിട്ടുള്ള ജനപദം
അവിടെ ധനധാന്യ സമ്പുഷ്ടിയോട് കൂടിയിട്ട് അയോധ്യ എന്ന നഗരം, അവിടെ മനുഷ്യരിൽ ഇന്ദ്രനായിട്ടുള്ള വൈവസ്വത മനു നിർമ്മിച്ചതായിട്ടുള്ള കൊട്ടാരം, 12 യോജന നീളം, 3 യോജന വീതി, അങ്ങനെയുള്ള ഒരു പട്ടണം. അതിൽ നന്നായിട്ട് ഭാഗം ചെയ്തുകൊണ്ട് മഹാപഥങ്ങളൊക്കെ ഉണ്ടാക്കി ആസൂത്രണം ചെയ്തതായിട്ട് രാജമാർഗങ്ങൾ, അതേപോലെ വെള്ളം തെളിച്ച് പുഷ്പാലങ്കൃതമായിട്ട്, എപ്പോഴും അലങ്കൃതമായിട്ട് എന്നർത്ഥം, അത് ശോഭിച്ചു. സ്വർഗത്തിലെ ദേവപതി എന്ന പോലെ ദശരഥ മഹാരാജാവ് ആ പട്ടണത്തിൽ രാജാവായി കൊണ്ട് വസിച്ചു. കവാടങ്ങൾ, തോരണങ്ങൾ, ആ നഗരത്തിൻ്റെ പ്രത്യേകത ഒരുപാട് പറഞ്ഞു. നന്നായിട്ട് സംവിധാനം ചെയ്തതായിട്ടുള്ള ഈ വീഥികൾ, കൊട്ടാരങ്ങൾ, അതേപോലെ ഈ നയതന്ത്രശാലകൾ, അങ്ങനെ പലതും ഉണ്ടല്ലോ, യന്ത്രങ്ങൾ, ആയുധങ്ങൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. എല്ലാത്തരം ശില്പികളും അവിടെ ഉണ്ടായിരുന്നു. അത്യധികം ഐശ്വര്യം, പിന്നെ വല്ലാത്തൊരു പ്രഭാവം. അതേപോലെ ഈ രാജാക്കന്മാരെ സൂതമാഗധ വന്തികളൊക്കെ സ്തുതിച്ചുകൊണ്ട് ഉയർന്ന കൊടിക്കൂറകൾ അത് ധാരാളം ഉണ്ടായിരുന്നു. ഓരോ കൊട്ടാരത്തിനും ഓരോ കൊടിക്കൂറ അങ്ങനെയൊക്കെ ഉണ്ട്. രാജകൊട്ടാരത്തിന് വേറെ പ്രത്യേകമായിട്ട്. അതേപോലെ 100 കണക്കിന് ആയുധങ്ങൾ, പിന്നെ നർത്തകികൾ, നാടക സംഘങ്ങൾ, പിന്നെ മാവിൻതോപ്പ്, ഉദ്യാനങ്ങൾ, നഗരത്തിന് ചുറ്റും വലിയ വലിയ മതിലുകൾ, മതിൽക്കെട്ടുകൾ, പിന്നെ അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത വിധം കിടങ്ങുകൾ ഒക്കെ കാവലായിട്ട്, പിന്നെ കുതിര, ആന, ഒട്ടകം, കഴുത, ഇങ്ങനെയുള്ള പലതും അവിടെ സൈന്യത്തിനായിട്ടും ഉപയോഗത്തിനായിട്ടും പശുക്കളായിട്ടും പലതും എല്ലാം ഉണ്ടായിരുന്നു. സാമന്ത രാജാക്കന്മാർ അവർ സംഘമായിട്ട് ധാരാളം വിദേശ നാടുകളിൽ നിന്ന് കപ്പൊക്കെ കൊടുത്ത്, അതേപോലെ ധാരാളം കച്ചവടമൊക്കെ ചെയ്ത് അത്യധികം പ്രൗഢി ഈ അയോധ്യ പട്ടണത്തിനുണ്ട്. വിലപിടിപ്പുള്ളതായിട്ടുള്ള രത്നങ്ങളാൽ നിർമ്മിച്ചതായിട്ടുള്ള മണിമാളികകൾ പർവ്വതങ്ങൾ പോലെ വിശാലമാണ്, ഉയർന്നു നിൽക്കണു. ഇന്ദ്രൻ്റെ ഈ അമരാവതി പോലെ, സ്വർഗം പോലെ ആ നഗരത്തെ എല്ലാവരും കണ്ടു. അതേപോലെ ഈ വിചിത്രം എന്ന രീതിയിൽ നിർമ്മിച്ചതായിട്ടുള്ള അഷ്ടാപദം എന്നൊക്കെ പറയും. ഏതായാലും അത്രയും ഭംഗിയിലാണ് ആ പട്ടണം ഉണ്ടായിരുന്നത്. പിന്നെ സുന്ദരി ഗണങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. സർവരത്ന സമ്പന്നം, ധനധാന്യ സമൃദ്ധി, 7 നില മാളികകൾ, ഇങ്ങനെ ശോഭിതമാണ് സർവ്വതും. അതേപോലെ സമഭൂമിയിൽ പണിതുയർത്തിയുള്ള ഈ വാസഗൃഹങ്ങൾ മുഴുവൻ ഒരു പൊട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ കേടുപാടുകളോ ഒന്നുമില്ലാത്ത ഉറപ്പ് നല്ലോണം ഉള്ളതായിട്ടുള്ള, അതേപോലെ ധാന്യങ്ങൾ ധാരാളമായിട്ട്, പിന്നെ കരിമ്പ് പോലെയുള്ള വസ്തുക്കൾ ധാരാളമുണ്ട്. ശുദ്ധജലമാണ് എല്ലാ ദിക്കിലും. പിന്നെ ഈ പെരുമ്പറ, അതേപോലെ മൃദംഗം, വീണ, ചെണ്ട, അങ്ങനെയുള്ള വാദ്യഘോഷങ്ങൾ, പാട്ട്, കൊട്ട്, നൃത്തം എല്ലാം ഉണ്ടെന്ന് സാരം അതാണ്. അതേപോലെ സിദ്ധന്മാരുടെ തപസിദ്ധി കൊണ്ട് ആകാശത്തിൽ വിമാനഗ്രഹങ്ങൾ പോലെയുള്ള അതിലാണ് മഹാപുരുഷന്മാരൊക്കെ. അതേപോലെ അത്യധികം നന്നായിട്ട് നിർമ്മിച്ചതായിട്ടുള്ള ഗൃഹങ്ങളിൽ ഈ ഋഷിമാർ തൊട്ടുള്ളവരൊക്കെ വസിച്ചേർന്നു. മഹാരഥന്മാരായിട്ടുള്ള യോദ്ധാക്കൾ അവർ ഒന്നിച്ചോ അല്ലെങ്കിൽ കൂട്ടമായിട്ടോ ഒക്കെ ശബ്ദം മാത്രം കൊണ്ട്, നേരിട്ട് കാണുന്നും വേണ്ട, അങ്ങനെ യുദ്ധത്തിൽ സദാസമയത്തും എന്തിനും തയ്യാറായിക്കൊണ്ട്, എന്നുവെച്ചാൽ എല്ലാ ആയോധന പാടവത്വവും ഉണ്ട് എന്ന് സാരം. ദിവ്യാസ്ത്രങ്ങളൊക്കെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള സൈന്യങ്ങളാണ് മുഴുവൻ. അതേപോലെ വനത്തിൽ മദം ഉള്ളതായിട്ടുള്ള ആനകൾ, ഗർജിക്കുന്നതായിട്ടുള്ള സിംഹവ്യാഘ്ര വരാഹങ്ങൾ, അതേപോലെ നിശിത ശസ്ത്രങ്ങളെ കൊണ്ടോ അതല്ലെങ്കിൽ ബാഹുബലം കൊണ്ടോ കൊല്ലാൻ ഈ യോദ്ധാക്കൾക്ക് എന്നുവെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ ചില സിംഹം, പുലി, ശരഭം ഇങ്ങനെയുള്ളതിനെയൊക്കെ വധിക്കേണ്ടതായിട്ട് വരും. അതിന് ഇവർക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ കണ്ട് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കും. അത് സൗമ്യമല്ലാത്ത ചില ഭാവങ്ങളുണ്ട് മൃഗങ്ങൾക്ക്. അപ്പം അതിനെ വരുതിയിലാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് അവിടെ പറഞ്ഞത്. അങ്ങനെയുള്ള ആയിരക്കണക്കിന്, ചിലപ്പോൾ 10,000-കണക്കിന്, എത്രയും ചില ധാരാളമുണ്ട് യോദ്ധാക്കളുള്ള അയോധ്യ നഗരി. രാജ്യം ഭരിക്കുന്നത് ഈ ദശരഥൻ.
ആ പട്ടണത്തിൽ അഗ്നിഹോത്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, വേദം വേദാംഗം അങ്ങനെയുള്ള അറിവ് ധാരാളം അത് പ്രയോഗിക്കുന്നതായിട്ടുള്ള രീതികൾ, പിന്നെ എത്രയാണ് ഓരോരുത്തരും സമ്പാദിക്കുന്നത്, എത്രയാണ് എല്ലാവരും അന്ന് കൂട്ടി വയ്ക്കണില്ല, എല്ലാം ദാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സത്യരഥന്മാരാണ്, ഈ ദയുള്ളവരാണ്, ധർമ്മത്തിൻ്റെ 4 പാദങ്ങളും നന്നായിട്ട് തപസ്, ശുദ്ധി, ദയ, സത്യം 4 ഈ 4 നന്നായിട്ട് അവർ പാലിച്ചേർന്നു. അത് ബ്രാഹ്മണരായാലും ക്ഷത്രിയരായാലും വൈശ്യരായാലും ശൂദ്രരായാലും അവരവരുടേതായിട്ടുള്ള ധർമ്മങ്ങളെ അവർ ചെയ്തേർന്നു. എല്ലാവരും ഋഷിതുല്യരാണ്, ശൂദ്രരായാലും ഋഷിതുല്യരാണ്. അതാണ്, അത്രയും ജ്ഞാനമുണ്ട് എല്ലാവർക്കും. അപ്പോൾ അവർ ഏത് പ്രായത്തിലാണോ ഉള്ളത്, ഏത് കുലത്തിലാണോ ഉള്ളത്, അതിനനുസരിച്ച് അവരുടെ കർമ്മങ്ങൾ ധാർമ്മികമായിട്ട് ചെയ്തു എന്ന് സാരം. അതാണ് രാമരാജ്യത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ദശരഥനും അങ്ങനെ ആയിരുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ സർവജ്ഞനായിട്ടുള്ള, സർവസംഗ്രഹനായിട്ടുള്ള, ദീർഘദർശിയായിട്ടുള്ള, മഹാതേജസ്വിയായിട്ടുള്ള ഈ ജനങ്ങളെല്ലാവരും, അതേപോലെ തന്നെ ഈ പട്ടണമായാലും ജനപദമായാലും അവരെ വസിക്കുന്നതായിട്ടുള്ള ഭൂപ്രദേശമായാലും അവരെ ഭരിക്കുന്നതായിട്ടുള്ള ഈ രാജാവായാലും എല്ലാവർക്കും എപ്പോഴും സുഖം. അതുകൊണ്ട് തന്നെ അയോധ്യ എന്നതിന് പേര്. അതിനെ ജയിക്കാൻ ആർക്കും സാധിക്കില്ല. അവിടെ യുദ്ധം എന്നുള്ളത് ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെയാണ്. ഇക്ഷ്വാകു വംശത്തിലെ അതിരഥനായിട്ടുള്ള ഈ മഹാരഥന്മാരിൽ വെച്ച് കേമനായിട്ടുള്ള, അതുപോലെ യാഗങ്ങൾ ധാരാളം ചെയ്യുന്നതായിട്ടുള്ള, ധർമ്മപരനായിട്ടുള്ള, ഇന്ദ്രിയ ജയം നേടിയതായിട്ടുള്ള, രാജർഷിയായിട്ടുള്ള, മഹർഷി തുല്യനായിട്ടുള്ള, ത്രിലോകങ്ങളും അറിയുന്നതായിട്ടുള്ള ദശരഥൻ സ്വർഗത്തിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ ദേവാസുര യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ബലവാനായിട്ടുള്ള, ശത്രുക്കളെ നശിപ്പിച്ചതായിട്ടുള്ള, എല്ലാവർക്കും മിത്രമായിട്ടുള്ള, ആ ശമദമങ്ങൾ, അഷ്ടാംഗയോഗങ്ങൾ മുഴുവൻ അറിയുന്നതായിട്ടുള്ള, ശീലമായിട്ട് ചെയ്യുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ധനശേഖരം, അത് ഭണ്ഡാരം എന്നുള്ളതിന് സാധാരണ നമ്മൾ പറയാറും 8 ലോഹങ്ങളെ കൊണ്ട് എന്നാണ് പറയാറ്. സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, ഓട്, പിച്ചള, കറുത്തീയം, വെളുത്തീയം, ഇതൊക്കെയാണ് സ്വതേ ഭണ്ഡാരത്തിൽ എന്നാണ് പറയുക. തങ്കവും രത്നമൊക്കെ വേറെ. ഏതായാലും എല്ലാം കൂടി കഴിഞ്ഞാൽ ലോഹങ്ങൾ അല്ലെങ്കിൽ നവനിധി എന്നൊക്കെ പറയും. എന്തായാലും അത് കുഴപ്പമില്ല. അത്രയും കൂടുതൽ ശുദ്ധധനമായിരുന്നു എന്ന് പറയാനാണ് ഇതൊക്കെ പറഞ്ഞത്. രാജാവ് എപ്രകാരത്തിലാണോ മനു ഭരിച്ചേർന്നത് അതേപോലെ ഭരിച്ചേർന്നു എന്നാണ്. ഭഗവാന് വേണ്ടിയിട്ട് രാജഭരണം ചെയ്യുക, അതാണ്. അങ്ങനെ ലോകത്തെ രക്ഷിക്കുക. അപ്പോൾ ഒരു ഈശ്വര ഭാവമായി രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ദേവനാണ് രാജാവ്, ദേവനാണ്, ദേവസ്വരൂപൻ. ബ്രാഹ്മണര് വേദസ്വരൂപനാണ്, വേദസ്വരൂപർ. അപ്പോൾ അവർ വേദത്തെ പ്രയോഗിക്കും. ഇവരും വേദം തന്നെയാണ് പ്രയോഗിക്കുന്നത്, പക്ഷേ ദേവനാണ്. അപ്പോൾ ദേവനും വേദവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. അവർ തമ്മിൽ ചോദിച്ചും പറഞ്ഞിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. നടത്തിക്കുന്നത്, ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നത് ഈ ക്ഷത്രിയരാണ്. അത് ഇങ്ങനെ വേണമെന്ന് നിർദ്ദേശിക്കുന്നത് ബ്രാഹ്മണരാണ്. അതിനെ സൂചിപ്പിച്ചതാണ് അവിടെ. അപ്പോൾ സ്വർഗം പോലെയായി ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്വർഗത്തെ പോലെ ഇന്ദ്രൻ സ്വർഗത്തിൽ എങ്ങനെയാണുള്ളത് വെച്ചാൽ അതേപോലെ ഇവിടെ ഭൂമിയിൽ അയോധ്യയിൽ ഈ ദശരഥൻ വാണു. അങ്ങനെ എല്ലാവർക്കും സന്തോഷത്തെ കൊടുത്തു. എല്ലാവരും മുക്തരായി, അതേപോലെ സംതൃപ്തരാണ്. സന്തോഷം, സ്വസ്ഥത, സ്വാതന്ത്ര്യം, ഇത് 3 അവിടെ ഉണ്ടായിരുന്നു. അത് സാധാരണ സ്വർഗത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്തെങ്കിലും കുറച്ച് അധികം സംഭരിക്കാൻ അങ്ങനെ ഒരു ആവശ്യമില്ല. എല്ലാവരുടെയും ധനം കൂടുതലാണ്. ധനായാലും വേണ്ടില്ല, പശുവായാലും വേണ്ടില്ല, കുതിരയായാലും വേണ്ടില്ല, ധാന്യമായാലും വേണ്ടില്ല, ഒക്കെ ധാരാളം ഉണ്ടായതുകൊണ്ട് രണ്ടാമതൊന്ന് സമ്പാദിക്കുക അങ്ങനെ ഒരു മോഹം ആർക്കുമില്ല. ആർക്കെങ്കിലും അത്യാഗ്രഹമോ ലുബ്ധോ ഇല്ല, ചിലവാക്കാൻ മടി ഇല്ല. ഇനി കിട്ടിയത് പോരാന്നുള്ള ലോഭം രണ്ടുമില്ല, ലുബ്ധവും ഇല്ല, ലോഭവും ഇല്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹം ഭാഗവതനാണ്. കിട്ടിയത് പോരാ എന്നുള്ള തോന്നലില്ലാത്ത ഒരാൾ, ചിലവാക്കാൻ മടിയില്ലാത്ത ഒരാൾ, എന്നുവെച്ചാൽ ദാനം ചെയ്തുകൊണ്ട് ശുദ്ധമാക്കണം എന്നാണ്. എങ്ങനെ ശുദ്ധാവേണ്ടത്? ഒന്നും ബാക്കിയില്ലാത്ത നിസ്വനായി തീരണം എന്നാണ്. അങ്ങനെയാണ് എല്ലാവരും. ഈ മുതൽ ധാരാളമുണ്ട്, പക്ഷേ അത് തങ്ങളുടേതല്ല, അത് ഈ ജനങ്ങളുടേതാണ്, ലോകത്തിൻ്റെയാണ്, ദേവൻ്റെയാണ്, രാജാവിൻ്റെയാണ്, ആവശ്യക്കാരൻ്റെയാണ് എന്ന് കരുതണം എന്നാ. നമ്മളത് പതിവില്ല. നമ്മുടെ പേരിൽ അത്രേ പതിവുള്ളൂ. അതാണ് വ്യത്യാസം.
അപ്പം ഇങ്ങനെ അവിടെ ആണെന്നോ പെണ്ണെന്നോ അല്ലെങ്കിൽ ഒന്നും വ്യത്യാസമില്ല, എല്ലാവരും ധർമ്മശീലരാണ്. മാത്രമല്ല ഈ സംയമനം, അത് കാരണം ക്ഷോഭങ്ങളൊന്നുമില്ല, തമ്മിൽ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. വാക്കുകളെ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നുമില്ല. കാരണം എല്ലാവരും സന്തുഷ്ടരാണ്, നല്ല സ്വഭാവം, എല്ലാവരും ജ്ഞാനികളാണ്, ഋഷിതുല്യരാണ്, എല്ലാവരും നിർമ്മല ചിത്തന്മാർ. അതേപോലെ ധാരാളമായിട്ട് ഈ അലങ്കൃതം ആണ് ഓരോരുത്തരും. അപ്പോൾ പ്രദേശം അലങ്കൃതമാണ്, ഈ ശരീരങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഓരോ വ്യക്തികളും അലങ്കൃതരാണ്. പശു തൊട്ടുള്ള മരം തൊട്ടുള്ള അവരൊക്കെ അലങ്കൃതരാണ്. അപ്പോൾ ആലിനെ ആയാലും തുളസി ആയാലും പൂജിക്കുക, മാല ജോടിക്കുക, അങ്ങനെയൊക്കെ പലതുമുണ്ട്. അപ്പം അങ്ങനെ അത്യധികം ഇവരെല്ലാവരും എന്നാൽ സുഖഭോഗികളാണ്, അങ്ങനെ കരുതരുത്. ഇതെല്ലാം ഈശ്വരന് വേണ്ടിയിട്ട് സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് മാറുക, അങ്ങനെ ഒരു നിയമമുണ്ട്. ആ നിയമത്തെ പാലിക്കണോ എന്ന വൃത്തി തേച്ച് കുളിച്ച് സുന്ദരിയായിട്ട് സുന്ദരന്മാരായിട്ട്, അതേപോലെ ധാരാളം ഭസ്മം കളഭം മറ്റേ സിന്ദൂരം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ, കുങ്കുമം എന്തൊക്കെ വെച്ചാൽ അതൊക്കെ, അങ്ങനെ നന്നായിട്ട് നല്ല വസ്ത്രങ്ങൾ, അങ്ങനെ ശുദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അങ്ങനെയല്ലേ. അതേപോലെ ഒന്നും ദാനം ചെയ്യാതെ കണ്ട ഒരാളും ഉണ്ടായിരുന്നില്ല എന്നാ. എല്ലാ ദിവസവും നിത്യദാനം, നിത്യബലി, നിത്യപൂജ, അങ്ങനെ നിത്യകർമ്മങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ സാധാരണ നിത്യകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി തേവാരം ചെയ്യും, എന്തെങ്കിലും കുറച്ച് നാമം ജപിക്കും, കുറച്ച് പുരാണം പാടും, എല്ലാ സഹസ്രനാമം, അങ്ങനെ എന്തെങ്കിലും ചിലതൊക്കെ ചെയ്തു എന്ന് വരാം. അതിൽ കൂടുതലൊന്നും നമ്മളില്ല, കുറച്ച് ഗായത്രി എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതങ്ങനെയല്ല, നിത്യം ദാനം ചെയ്യും, നിത്യം ബലി ചെയ്യും, നിത്യം ക്ഷേത്ര ദർശനം ചെയ്യും, നിത്യം പുരാണം വായിക്കും, വേദം ചൊല്ലും, അങ്ങനെയല്ലേ, അഗ്നിഹോത്രം ചെയ്യും, ഇങ്ങനെ പലതും നിത്യമായിട്ട് ചെയ്യേണ്ടത് പലതുമുണ്ട്. അങ്ങനെ അല്ലാത്തവർ ആരുമില്ല എന്നാണ്. അതേപോലെ ഈ ആഭരണം ധരിക്കാതെ കണ്ടോ സുന്ദരന്മാരാവാതെ കണ്ടോ അങ്ങനെയുള്ള ഒരാളുമില്ല. പിന്നെ ഈ അഗ്നിഹോത്രം ചെയ്യാതെ കണ്ട് ആരുമില്ല. പിന്നെ കള്ളന്മാരില്ല, ദുർവൃത്തികൾ യാതൊന്നുമില്ല, സങ്കരവർണം ഇല്ല. എന്നുവെച്ചാൽ അവനവൻ്റെ ഭാര്യമാരെ മാത്രമേ, ആ കുലത്തിൽപ്പെട്ടവരെ മാത്രമേ സ്വീകരിക്കുള്ളൂ. എല്ലാവരും ഈ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഈ ഒരു ചുണ്ടി എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള വിഷയം അവിടെ ഇല്ല. കാരണം അവർക്ക് എത്ര ചെറുതും വലുതാ, എത്ര വലുതും ചെറുതാ, അതാണ് അതിൻ്റെ പ്രത്യേകത. എല്ലാം സാത്വികമാണ്, പോസിറ്റീവാണ്, അതാണ്. ആ പോസിറ്റിവിറ്റി എല്ലാവരിലും ഉണ്ടായിരുന്നു. അത് കാരണം ഈ ചെറിയ തെറ്റുകൾ അവിടെ വിഷയമല്ല, വലിയ തെറ്റ് പോലും അവിടെ തെറ്റല്ല, തെറ്റാരും ചെയ്യില്ല. അഥവാ അങ്ങനെ സംഭവിച്ചു വെച്ചാൽ ആ തെറ്റിന് പരിഹാരം എല്ലാവരും കൂടിയാണ് ചെയ്യുക. ഒരാളൊരു തെറ്റ് ചെയ്തു എന്ന് കൂട്ടുക, നമ്മളെന്താ ചെയ്യുക, ആ തെറ്റുകാരനെ പ്രതിയാക്കിയിട്ട് അയാളെ ശിക്ഷിക്കും. അയാൾ എന്തുകൊണ്ട് ആ തെറ്റ് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ തെറ്റിന് പരിഹാരമായിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് ബാക്കി എല്ലാവരും കൂടിയാണ് ചെയ്യുമ്പോൾ അയാൾ തെറ്റുകാരനല്ലാണ്ടായി. അയാൾക്ക് പിന്നെ അങ്ങനെ ഒരു തെറ്റ് ചെയ്യണം എന്നുള്ള തോന്നലും ഉണ്ടാവില്ല. അതൊക്കെ നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. എൻ്റെ മുതൽ ഒരാൾ കട്ടുവച്ചാൽ കള്ളനെ മനസ്സിലായി എങ്കിൽ അതാ കള്ളൻ എന്ന് പറയുന്നല്ലാണ്ട് എല്ലാവരും കൂടിയിട്ട് ഈ കള്ളൻ കക്കേണ്ട കാര്യം എന്താ ഉണ്ടായത്, അയാൾക്ക് കാശിന് ഇത്രയും വിഷമമുണ്ടോ? അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആ കള്ളന് വേണ്ടതൊക്കെ ആയിട്ട് കൊടുക്കുകയാണ്. ഇവിടെ നഷ്ടം വന്നു വെച്ചാൽ അവിടെ എന്തെങ്കിലും ക്ഷീണമുണ്ടോ എനിക്ക്, ആ ക്ഷീണത്തെ എല്ലാവരും കൂടിയിട്ടാണ് തീർക്കുകയാണ്. അപ്പോൾ ആ കള്ളന് പിന്നെ കക്കണമെന്ന് തോന്നുമോ? എനിക്ക് എൻ്റെ മുതൽ കട്ടു എന്നുള്ള തോന്നലുണ്ടാവുമോ? ഇത് രണ്ടും ഇല്ലാത്ത ഭാവമാണ് രാമരാജ്യം. അങ്ങനെ ഒരു നിയമവ്യവസ്ഥ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. ബാക്കിയൊക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടതാ. കഥകളിലൊക്കെ കേൾക്കാം, ഒരാൾ കൊണ്ടുപോയിച്ചാൽ ഞാനത് അയാൾക്ക് കൊടുത്തതാന്നൊക്കെ പറയണ കേമന്മാരെ. അത് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. ഇവിടുന്ന് അങ്ങോട്ട് കൂട്ടി അത്രയേ ഉള്ളൂ. അപ്പോൾ നാസ്തികർ, ദൈവമില്ല എന്ന് പറയുന്നവരില്ല, അസത്യവാദികളില്ല, അതേപോലെ ഈ ദാനം വാങ്ങാൻ താല്പര്യപ്പെടുന്നവരില്ല, ദാനം കൊടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. ഇനി ദാനം കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദാനം വാങ്ങാൻ ആൾ വേണ്ടേ? അപ്പോൾ ദാനത്തിൻ്റെ നിയമം അതാണ്. ഞാൻ എല്ലാ പ്രഭാഷണത്തിലും ഞാൻ പറയാറുണ്ട്, ദാനം കൊടുക്കേണ്ടത് ഇല്ലാത്തവർക്കല്ല, ദാനം കൊടുക്കേണ്ടത് ഉള്ളവർക്കാണ്. അതാണ് ദാനം.
മറ്റത് ദയയാണ്. ദയയും ദാനം ഒന്നല്ല, രണ്ടും രണ്ടാണ്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഒരാൾക്ക് ഒരു കാര്യം ഇല്ല എങ്കിൽ അത് എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുക. ആരോടും ചെന്ന് പറയുകയും മീറ്റിംഗ് കൂടിയൊന്നും വേണ്ട. ഞാൻ ഇത്ര കൊടുത്തു കേട്ടോ എന്ന് മറ്റൊരാളെ അറിയിക്കും വേണ്ട. ഇയാൾക്ക് ഇന്നതാണ് ആവശ്യം. അവിടെ ചെന്നിട്ട് ഇതാ അതിലേക്ക് ഇതിരിക്കട്ടെ, നമ്മളെന്താ ചെയ്യുക? അതെല്ലാവരും അറിയിച്ചും കൊണ്ട് ചെയ്യും. ഇവിടെ അതില്ല. അതിങ്ങനെ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ധാരാളമുണ്ട്. എത്ര വേണിച്ചാൽ കൊടുക്കാൻ ഓരോരുത്തരയിലുണ്ട്. അത് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ എല്ലാവരും ഒരേപോലെ തന്നെ ജിതേന്ദ്രിയന്മാരായിട്ടുള്ള നിസ്വന്മാരായിട്ടുള്ള ബ്രാഹ്മണ വൃത്തി സ്വയമേവ ചെയ്യുന്നതായിട്ടുള്ള ശൂദ്രന്മാരായാലും അതാണ് ബ്രഹ്മത്തിലേക്ക് ചരിക്കലാണ് ബ്രാഹ്മണ വൃത്തി. അല്ലാണ്ട് പൂണൂരിട്ട് പൂജ ചെയ്യലല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അതേപോലെ ദാനം എന്നുള്ളത് ബ്രാഹ്മണർക്ക് മാത്രം ചെയ്യാനുള്ളതല്ല. അതുപോലെ ബ്രാഹ്മണർക്ക് മാത്രമേ ദാനം ചെയ്യാവൂ, അങ്ങനെയല്ല. ഒക്കെ വ്യത്യാസമുണ്ട്. ദാനത്തിൻ്റെ വലിയ ചടങ്ങ് തന്നെയാണ് ദശദാനവും മറ്റു കാര്യങ്ങൾ. ദാനം ചെയ്യേണ്ട വസ്തുക്കൾ, അതേപോലെ ദാനം സ്വീകരിക്കേണ്ട പാത്രങ്ങൾ, പലതും ബൃഹത്താണത്. വലിയ ഒരു ശാഖയാണത്. അപ്പം അത് എല്ലാവരും ചെയ്തായിരുന്നു. അതേപോലെ കള്ളന്മാരില്ല, അസത്യവാദികളില്ല, വേദം അറിയാത്തവരില്ല, അസൂയ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. അതേപോലെ വാദിക്കുന്നത്, തമ്മിൽ തർക്കം, വാദം പതിവുണ്ട്. അപ്പോൾ ഈശ്വരൻ അങ്ങനെയാണ്, ഈശ്വരൻ ഇങ്ങനെയാണ്, ഈശ്വരൻ്റെ ആ പ്രവൃത്തി ഭക്താനുഗ്രഹം ഇങ്ങനെയാണ്, ഇങ്ങനെ വാദിക്കുന്നവരുണ്ട്. അപ്പം അതിൽ ഈശ്വര പ്രേരിതമല്ലാതെ കണ്ടോ ഈശ്വര നിഷേധമോ വരില്ല എന്ന് സാരം. നാസ്തികവാദം വരില്ല. ശിവൻ ഇപ്രകാരത്തിലാണ്, വിഷ്ണു ഇപ്രകാരത്തിലാണ്, ഏത് മീതെ ഏത് താഴെ ചിന്തിക്കില്ല. അത് അങ്ങനെയാണ്. അതായത് ആകാശത്തിലൂടെ വിമാനം പറക്കണു, വെള്ളത്തിലൂടെ കപ്പൽ പൊന്തിയിട്ട്, അതേപോലെ മുങ്ങി കപ്പലാണിച്ചാൽ ജലത്തിൻ്റെ ഉള്ളിലൂടെ. അതതിൻ്റെ സ്വഭാവമാണ്. വിഷ്ണുവിൻ്റെ സ്വഭാവം വിഷ്ണുവിന് സ്ഥിതി സംരക്ഷകൻ, ശിവൻ്റെ സ്വഭാവം സംഹാരകാരകത്വം. അത്രയേ ഉള്ളൂ. സൃഷ്ടാവിന് അതന്നെയാണ് പണി. ഇതിലാരും അതുല്യതയില്ല. എല്ലാവരും തുല്യരാണെന്നർത്ഥം. എല്ലാവരും തുല്യരാണ്, ത്രിമൂർത്തികൾ തുല്യരാണ്. അതങ്ങനെ കാണണം. ശൈവം വൈഷ്ണവം ശാക്തേയം വ്യത്യാസമില്ല എന്ന് സാരം. അതാണ്. ഇങ്ങനെ വേദവും വേദാന്തങ്ങളും എല്ലാം അറിയുന്നതായിട്ടുള്ള വ്രതനിഷ്ഠരാണ് എല്ലാവരും. അതാണ്. അതുപോലെ ദാനത്തിൽ പിശുക്കില്ല, ഉള്ളത് മുഴുവൻ കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ ദീനന്മാരില്ല, ഈ ദാനം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് സാരം. ദയയോട് കൂടിയിട്ട്, ദയ കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും ഉണ്ട്. അതുപോലെ ചഞ്ചല ചിത്രം അതില്ല, മനസ്സ് എപ്പോഴും ഭഗവാനെങ്കിൽ ഉറച്ച അവസ്ഥയാണ്. പിന്നെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ദുഃഖം അനുഭവിക്കുന്നവർ, അതായത് അംഗവൈകല്യം, അതേപോലെ രോഗം, വിശപ്പ്, ക്ഷീണം, ഇങ്ങനെ പലതും ഉണ്ടല്ലോ. ഇതൊന്നും അവിടെ ഇല്ല. ഇങ്ങനെ സ്ത്രീത്വം ഇല്ലാത്തതായിട്ടുള്ള ആണോ പെണ്ണോ കുട്ടിയോ ഇല്ല എന്ന് സാരം. നപുംസകങ്ങളില്ല. രാജഭക്തി ഇല്ലാത്തവർ, ഈശ്വരഭക്തി ഇല്ലാത്തവർ, ബ്രാഹ്മണ ഭക്തി ഇല്ലാത്തവർ, സ്ത്രീകളെ ബഹുമാനിക്കാത്തവർ, കുട്ടികളെ ഇഷ്ടമില്ലാത്തവർ, അങ്ങനെയൊന്നും ഈ ചിന്തിക്കാൻ പോലും പറ്റില്ല അയോധ്യയിൽ. അതാണ്. ഇങ്ങനെ 4 വർണ്ണത്തിൽപ്പെട്ട എല്ലാവരും ബ്രാഹ്മണരെ പോലെ അല്ലെങ്കിൽ എല്ലാവരും ബ്രാഹ്മണ്യത്തെ കാത്തു സൂക്ഷിച്ചേർന്നു. ഈ പഞ്ചയജ്ഞങ്ങളൊക്കെ ദേവഋഷി പിതൃ തിര്യക്ക് സസ്യം അതിഥി ഇവരൊക്കെ പൂജിച്ചേർന്നു എന്ന് സാരം. അതാണ്. എല്ലാവരും കൃതകൃത്യന്മാരാണ്, ഉദാരമതികളാണ്, ശൂരന്മാരാണ്. അങ്ങനെയില്ല. എല്ലാ അർത്ഥത്തിലും എല്ലാ ആളുകളും ദീർഘായുസ്സുള്ളവർ, 100 വയസ്സ് വരെ എല്ലാവരും ജീവിക്കും. ധർമ്മത്തെ ആധാരമാക്കിയിട്ടാണ് പ്രവർത്തിക്കുക. ഒരിക്കലും ഈ അയോധ്യ എന്ന ഉത്തമപുരിയിൽ സന്താനമില്ലാത്ത ഭാവം, അകാല മൃത്യു ഇതൊന്നും സംഭവിക്കാറില്ല. ബാലമരണം ഇതൊന്നും സംഭവിക്കില്ല. അതേപോലെ ഭാര്യയും മക്കളും ആയിക്കഴിഞ്ഞാൽ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുക, അത് പുത്രവിയോഗമാണ്. അതവിടെ സംഭവിക്കില്ല.
കൂട്ടുകുടുംബം ആയിട്ട് തന്നെയാണ്. കാരണം ഈ കുടുംബം എന്താ, ഒരു രാജ്യത്ത് നമ്മൾ ഒരു വീടിൻ്റെ ഉള്ളിൽ അനവധി മുറികൾ ഉണ്ടാക്കുന്നത് പോലെ, ഒരു വീടിൻ്റെ ഉള്ളിൽ ഒരു ഹാളിലാണ് എല്ലാവരും താമസിക്കുന്നത്, കിടക്കുന്നത് എങ്കിൽ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള പായ ഉള്ളതുപോലെ, അല്ലെങ്കിൽ കോസറി ഉള്ളതുപോലെ, ഇനി അടുത്തത് ആകെ ഒരൊറ്റ പായേ ഉള്ളൂ. ആ പായ ഒരു 100 ആൾക്ക് ഒന്നിച്ച് കിടക്കാവുന്നതായിട്ടുള്ള പായയാണ്. ആ കുടുംബത്തിലെ എല്ലാവരും അങ്ങനെ ആ ഒറ്റ പായയിലാണ് കിടക്കുക. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പ്രായഭേദമല്ലേ, അവസ്ഥാഭേദമല്ലേ, പലതും ഉണ്ട്. അപ്പം നമുക്ക് മുറി വേണം, സ്വകാര്യത വേണം, എന്തെല്ലാം കാര്യങ്ങൾ വേണം. ഇത് മൃഗങ്ങൾക്ക് വല്ലതും ഉണ്ടോ? മൃഗങ്ങളുടെ മനഃശുദ്ധിയല്ലേ ഇതിൻ്റെ കാരണം. നമ്മളെ ഈ മനസ്സ് ചഞ്ചലം ആയതുകൊണ്ടും പിന്നെ സംശയം ധാരാളം ഉണ്ടായതുകൊണ്ടും, സംശയിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല. പലതും ഉണ്ട് കേട്ടോ, വളരെയധികം ഗോപ്യമാണ് പലതും. അത് അങ്ങനത്തെ ഒരു ഇത് വന്നാൽ മാത്രമേ അത് അറിയാൻ സാധിക്കുള്ളൂ എന്ന് സാരം. ഇനി അതേപോലെ തന്നെ ബ്രാഹ്മണരുടെ വൃത്തികൾ ചെയ്തായിരുന്നു, ശൂദ്രരുടെ വൃത്തികൾ ചെയ്തായിരുന്നു. ക്ഷത്രം ബ്രഹ്മമുഖം ചാസേദ് വൈശ്യ ക്ഷത്രമനുവ്രത ശൂദ്രാസ്വകർമ്മനിരത സ്ത്രീൻ വർണ്ണാനുപചാരിണ. അവരവരുടെ ധർമ്മങ്ങൾ അവരവർ ചെയ്യാണ് വേണ്ടത്. അതല്ലാതെ കണ്ട് കേമനാവാൻ വേണ്ടിയിട്ട് ശൂദ്രൻ ബ്രാഹ്മണനാവല്ല വേണ്ടത്. കലികാലത്തിൽ അതാ സംഭവിക്കുന്നത്. സ്ഥാനമാനങ്ങളോ അതേപോലെ യശസ്, ധനം, ഇങ്ങനെയുള്ള കാര്യങ്ങളോ ചിന്തിച്ചുകൊണ്ട് ശൂദ്രൻ ബ്രാഹ്മണൻ്റെ വൃത്തികൾ ചെയ്യാം. അപ്പോൾ രണ്ടിനും ക്ഷീണം വരും. കാർഷിക വൃത്തി പ്രശ്നമാവും, ശുദ്ധി പ്രശ്നമാവും. ഇന്നിപ്പോൾ 2 പ്രശ്നമാണല്ലോ. സൂക്ഷിക്കാൻ പറ്റുന്നില്ല, തമ്മിൽ ദാനമില്ലാത്തതുകൊണ്ട് കുന്നുകൂടി കിടക്കുകയാണ് പലയിലും. അപ്പോൾ വികേന്ദ്രീകരണം നടക്കണില്ല. ഇങ്ങനെ എല്ലാവരും ഒരേപോലെ ബുദ്ധിയോട് കൂടിയിട്ട് എങ്ങനെയാണോ മനു ഭരിച്ചേർന്ന കാലത്ത് തുല്യന്മാരായിട്ടുണ്ടായിരുന്നത്, അതേപോലെ ബ്രാഹ്മണരായാലും ക്ഷത്രിയരായാലും വൈശ്യരായാലും ശൂദ്രരായാലും ശാസ്ത്ര നിപുണന്മാരായിക്കൊണ്ട്, അതേപോലെ എല്ലാവരും രാജ്യത്തെ രക്ഷിക്കുക, ദേവനെ രക്ഷിക്കുക, എല്ലാവരെയും രക്ഷിക്കുക, ഇങ്ങനെ ദേവോപാസന, അതേപോലെ ഒരു ഗുഹയെ സിംഹം എങ്ങനെയാണോ പരിപാലിക്കുന്നത് അതേപോലെ ഈ രാജ്യത്തെ മുഴുവൻ ആ രാജാവ് പരിപാലിച്ചു എന്നാണ്. അതേപോലെ തന്നെ കാംബോജം, ബാഹ്ലീകം തുടങ്ങിയ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ചില കുതിരകൾ, പിന്നെ ഇന്ദ്രൻ്റെ ലോകത്ത് നിന്ന് സ്വർഗത്ത് നിന്ന് കൊണ്ടുവന്നതായിട്ടുള്ള ചില കുതിരകൾ, ഉച്ചശ്രവസിനെ പോലെ അതിബലശാലികളായിട്ടുള്ള പർവ്വതുല്യന്മാരായിട്ടുള്ള മതയാനകൾ, അതൊക്കെ ഈ സൈന്യങ്ങളുടെ നേട്ടമായിട്ട് പറയുകയാണ്. അതേപോലെ വിന്ധ്യൻ, ഹിമവാൻ ഇങ്ങനെയുള്ള പർവ്വതങ്ങളിൽ നിന്നും കൊണ്ടുവന്നതായിട്ട് പ്രത്യേകതരം ആനകൾ, ഐരാവതം, മഹാപത്മം, അഞ്ജനം, വാമനം, ഈ കുലത്തിൽപ്പെട്ടതായിട്ടുള്ള വലിയ വലിയ കൊമ്പനാനകൾ, ഇതൊക്കെ അയോധ്യയിലുണ്ടായിരുന്നു എന്നാണ്. ഭദ്രം, മന്ത്രം, മൃഗം, ഇങ്ങനെ പല മിശ്രങ്ങളായിട്ടുള്ള ഗണങ്ങൾ, മൃഗങ്ങൾ, ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ മതം പൂണ്ടതായിട്ടുള്ള, ഒരാൾക്കും കീഴടക്കാൻ പറ്റാത്തതായിട്ടുള്ള സൈന്യത്തിൻ്റെ ചില സ്വത്തുക്കളാണിതൊക്കെ. വ്യാഘ്ര, സിംഹ, മറ്റേ ആന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, കുതിര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ എന്തിനും തയ്യാറായിക്കൊണ്ട്. അത് കാരണം ഒരാൾ അങ്ങോട്ട് വരില്ല. ഈ അയോധ്യയെ ജയിക്കുക എന്നുള്ളത് സാധ്യമല്ല. അയോധ്യ രാജാവ് തന്നെ ദശരഥനാണ്. 10 ദിക്കിലേക്കും ഒരേപോലെ സൈന്യത്തെ, അല്ലെങ്കിൽ സ്വയമേവ 10 ദിക്കിന്നും സൈന്യം വന്നു കഴിഞ്ഞാലും അവരെ നേരിടാൻ കഴിവുള്ള അമ്പയക്കാൻ സാധിക്കും, അസ്ത്രശസ്ത്രങ്ങളെ അയക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആ രാജാവിന് മാത്രമേ ഇങ്ങനെയുള്ള ഒരു രാജ്യത്തെ പരിപാലിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ പട്ടണത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ 2 യോജനമുള്ള പ്രദേശത്ത് വസിച്ച് ആ ദശരഥ മഹാരാജാവ്, കൊട്ടാരം വലിയ കൊട്ടാരമാണ്. അവിടെ പൂർണ്ണചന്ദ്രനെ പോലെ, നക്ഷത്രങ്ങൾക്കിടയിലെ ചന്ദ്രനെ പോലെ ശത്രുക്കളെ നിസ്തേജരാക്കിക്കൊണ്ട് എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള ബലപ്പെടുത്തിയതായിട്ടുള്ള കവാടങ്ങൾ, അതേപോലെ സാക്ഷകൾ,
കോട്ടകൾ, മറ്റേ കിടങ്ങുകൾ, അതിമനോഹരങ്ങളായിട്ടുള്ള വാസഗേഹങ്ങൾ, ഇങ്ങനെ മനുഷ്യ സഹസ്ര ലക്ഷങ്ങൾ പാർക്കുന്നതായിട്ടുള്ള ആ ഒരു ഇന്ദ്രതുല്യ സ്വർഗതുല്യമായിട്ടുള്ള ഈ നഗരി അല്ലെങ്കിൽ ആ പട്ടണം അത് എല്ലാവരെയും ആകർഷിക്കുക തന്നെ ചെയ്തു എന്ന് ആ അയോധ്യയെ പറ്റിയിട്ട് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ശശാസ ശമിതാമിത്രോ നക്ഷത്രാണീവ ചന്ദ്രമാ, നന്നായിട്ട് തന്നെ ഭരിച്ചു ഈ ദശരഥ രാജാവ് എന്ന് 6-ാമത്തെ അധ്യായം വരെ ഇപ്പം നമ്മൾ പാരായണം ചെയ്തു. ഇനി 7-ാമത്തെ സർഗം തൊട്ടിട്ട് നമുക്ക് അടുത്ത ഇതിൽ പറയാം. ഇപ്പോൾ 45 മിനിറ്റ് ഇത് പറയാൻ വേണ്ടിയിട്ട് എടുത്തു. കഥകൾ ഉത്സാഹത്തോട് കൂടിയിട്ട് രാമായണ കഥ, വാൽമീകി രാമായണ കഥ മുഴുവനായിട്ട് ഇതുപോലെ കേൾക്കാൻ നിങ്ങൾക്കും പറയാൻ എനിക്കും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേതായ ശ്രീരാമചന്ദ്രായ നമ. ഓം